വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്കൊരു റിയാക്ട് ആപ്ലിക്കേഷൻ CLI ഉപയോഗിച്ച്, അതായത് കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നിങ്ങളൊരു കമാൻഡ് ലൈൻ ഉപയോഗിച്ച് റിയാക്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ npm നോഡ് കമാൻഡും വർക്കിംഗ് ആയിരിക്കണം. Node.js 6 അല്ലെങ്കിൽ അതിന് മേലെയുള്ള വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓൾറെഡി 18 ആണ് അല്ലെങ്കിൽ 20. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ കാണുമ്പോൾ ഒരുപാട് വേർഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വേർഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് npx എന്ന് പറയുന്ന ഒരു കമാൻഡ് കൂടെ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ. ആ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പ്രോജക്റ്റ് ഫോൾഡറിലേക്ക് പോവാണ്. അതിനുശേഷം npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ്, അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ പേര് കൊടുക്കാം മൈ റിയാക്ട്. ഞാനിവിടെ മൈ റിയാക്ട് എന്നാണ് പേര് കൊടുത്തത്, സ്പേസ് ഇല്ലാതെ ആ ഒരു പേര് കൊടുക്കാം. npx ക്രിയേറ്റ് -react ആപ്പ് മൈ റിയാക്ട്. ഈ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അതൊരു npm പാക്കേജ് ആണ്. ആ ഒരു പാക്കേജ് ഒന്നുകിലും നിങ്ങൾ സിസ്റ്റത്തിൽ ഗ്ലോബൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് npm i ക്രിയേറ്റ് റിയാക്ട് ആപ്പ് -g എന്ന് കൊടുത്തിട്ട് ഗ്ലോബൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. ഇനി അതല്ല, ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് npx എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ npx കമാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ അതിന് npx നമ്മളോട് ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് 5.0.1 ഇൻസ്റ്റാൾ ചെയ്യണം, പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് വൈ കൊടുക്കാം. അപ്പോൾ എവിടെയാണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാളിങ് പാക്കേജസ് ആണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാക്കേജ് ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അതായത് റിയാക്ട് ഡോം, റിയാക്ട് സ്ക്രിപ്റ്റ്, CRA ടെംപ്ലേറ്റ് ഉപയോഗിച്ചാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാബൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. നമ്മളെ പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ മെസ്സേജ് വന്നത് കാണാം, ഏത് ഫോൾഡറിലാണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടത്. ആ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് കമാൻഡ്സ് റൺ ചെയ്യും. അതായത് npm സ്റ്റാർട്ട്സ് ദ ഡെവലപ്മെൻറ്റ് സെർവർ, npm റൺ ബിൽഡ്, അത് ബണ്ടിൽസ് ദ ആപ്പ്, npm ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള npm റൺ ഇജക്റ്റ്, അതേപോലെ ഒരുപാട് കമാൻഡ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് സജസ്റ്റ് ചെയ്യണം നിങ്ങൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. cd my react, അതായത് ആ ഫോൾഡറിലേക്ക് പോവുക, എന്നിട്ട് npm സ്റ്റാർട്ട് എന്നുള്ള കമാൻഡ് റൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കത് തന്നെ ഫോളോ ചെയ്യാം. cd my react കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൾഡറിൽ എത്തി ഞാൻ my react. അത് ഓൾറെഡി ഒരു ഗിറ്റ് റെപ്പോസിറ്ററിയാണ്. ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഇനി npm സ്റ്റാർട്ട്. റിയാക്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു റിയാക്ട് സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ഓപ്ഷൻ കണ്ടത്. ഇവിടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന ടൈറ്റിൽ, പിന്നെ അതേപോലെ ഫാവ് ഐക്കൺ ഉണ്ട്. അതേപോലെ ഈ പേജിൽ റിയാക്റ്റിൻ്റെ ലോഗോ, ആനിമേറ്റ് ചെയ്യുന്ന ലോഗോ ഉണ്ട്. അതേപോലെ ഒരു ടൈറ്റിലും അതിൻ്റെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള നമുക്ക് ആ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം.